തിരുവനന്തപുരം നെടുമങ്ങാട് കരകുളം എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ കോളേജിനുള്ളിലെ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. PRCS എഞ്ചിനീയറിംഗ് കോളേജിന്റെ പണി തീരാത്ത ഹാളിനുള്ളിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ പങ്കുവയ്ക്കും. വിഷ്ണു, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണം? പോലീസിന്റെ നടപടികൾ ആരംഭിച്ചോ? വിവരങ്ങൾ. കുറച്ചു സമയം മുമ്പാണ് ഇതുപോലെയുള്ളൊരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. ഈ PRCS എഞ്ചിനീയറിംഗ് കോളേജിൽ പണിതീരാത്ത ഹാളിനുള്ളിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസിന്റെ മൃതദേഹമാണ് ഇതെന്നുള്ള സംശയമുണ്ട്. പോലീസ് ആ ഒരു നിഗമനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഷ്ണു, ആരാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ആദ്യം അറിയുന്നത് തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? കോളേജ് അധികൃതരാണ് ഇത് ആദ്യമായി അറിയുന്നത്. ഈ സംഭവം ഇത് ഏതായാലും എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളതിൽ കൃത്യമായ ഒരു വിവരമില്ല. ഈ മൃതദേഹം കണ്ടെത്തിയ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയാണ് കണ്ടെത്തിയിരുന്നത്. നെടുമങ്ങാട് കരകുളത്തെ ഭാഗത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് PRCS എഞ്ചിനീയറിംഗ് കോളേജ്. വളരെ വർഷങ്ങളായി തന്നെ ഈ എഞ്ചിനീയറിംഗിന്റെ കോഴ്സുകളാണ് അവിടെ നടന്നു വരുന്നത്. കോളേജിലെ ഉടമയാണ് മരിച്ചതെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇത് ആത്മഹത്യയാകാമെന്നുള്ള നിഗമനവുമുണ്ട്. പോലീസ് ഇപ്പോൾ സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്തെത്തി പോലീസ് കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ട്. മൃതദേഹം ഒരു ഹാളിനുള്ളിൽ, അതായത് ഉപയോഗിക്കാത്ത പണി തീരാത്ത ഹാളിനുള്ളിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ശരി. കോളേജിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ ഉടമയുടെ മൃതദേഹമാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ ആരംഭിച്ചു. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.